ഒരാഴ്ചയ്ക്ക് മുൻപേ കണ്ണൂർ കല്യാട്ട വീട്ടിൽ ഒരു മോഷണം നടക്കുന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത്ര പുതുമയുള്ള വാർത്തയൊന്നുമല്ല. നിരന്തരമായിട്ട് മോഷണങ്ങൾ നടക്കുന്നൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ കേരളം. ഏകദേശം 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയോളം മോഷണം പോയി. പക്ഷേ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ തുടർ അന്വേഷണത്തിലുണ്ടായ ചില ട്വിസ്റ്റുകൾ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങളാണ് ഇപ്പോൾ വലിയ ചർച്ചയാവുന്നത്. ഈ വീട്ടിലെ മരുമകളെ അതിദാരുണമായി അതിക്രൂരമായി കൊലപ്പെടുത്തിയ നിലയിൽ കർണാടകയിൽ നിന്ന് പോലീസ് കണ്ടെത്തുന്നു. വായിൽ ഡിറ്റണേറ്റർ ഘടിപ്പിച്ച് സ്ഫോടവസ്തു ഘടിപ്പിച്ച് അത് പൊട്ടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു. മുഖമൊക്കെ വികൃതമായ അവസ്ഥയിലാണ്. ശരിക്കും എന്താണ് ഈ ഒരു കേസ്? നമ്മൾ മുൻപോട്ട് പഠിക്കും തോറും വളരെ ഞെട്ടലുണ്ടാക്കുന്ന കേസാണ്. കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈ ഒരു മരുമകൾക്ക് ഈ ഒരു മോഷണവുമായിട്ടൊക്കെ എന്താണ് ബന്ധം? നമ്മൾ പറയുമ്പോൾ ദർശിതയാണ് മരുമകൾ. ദർശിതയും സിദ്ധരാജു ആൺ സുഹൃത്താണ്, ദർശിത പെൺ സുഹൃത്താണ്. അങ്ങനെയല്ലേ പറയാവൂ? അങ്ങനെ പറയാവൂ. ഒരു 7 വർഷമായിട്ട് കർണാടകയിലാണ് ദർശിതയുടെ സ്വന്തം സ്ഥലം. 7 വർഷമായി ഇവർ വളരെ സൗഹൃദത്തിലും അടുപ്പത്തിലും പ്രണയത്തിലുമാണ്, ദർശിതയും സിദ്ധരാജു. അങ്ങനെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഇരിക്കൂറിൽ കണ്ണൂർ ഇരിക്കൂറിൽ പുള്ളിവേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിന് സമീപം സുഭാഷിനെ ദർശിതയുമായി വിവാഹം ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ അവരവിടെ കഴിയുന്നു. സുഭാഷ് വിദേശത്താണ്. പക്ഷേ ഈ വിവാഹത്തിന് ശേഷവും ദർശിതയും സിദ്ധരാജുവും തമ്മിലുള്ള അടുപ്പം തുടരുകയാണ്. അവർ ആ അടുപ്പം തുടരുന്നു. അങ്ങനെ തുടരുന്നതിനിടയ്ക്കാണ് ഒരു ദിവസം ഇവർ ഈ വീട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ സുഭാഷിൻ്റെ അമ്മയും സുഭാഷിൻ്റെ സഹോദരനുമാണുള്ളത്. അവർ രാവിലെ ജോലിക്കായി പോയി കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ ഒരു 4:30 ആയപ്പോൾ വന്നപ്പോൾ വീട്ടിലാരും ഇല്ല. വീട് പൂട്ടിയിരിക്കുന്നു. അങ്ങനെ മരുമകളെ വിളിച്ചപ്പോൾ പറഞ്ഞു നാട്ടിലേക്ക് പോയിരിക്കുകയാണ്, 2-3 ദിവസം കഴിഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞു. കർണാടകത്തിലേക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പരിശോധിക്കുമ്പോഴാണ് 30 പവനും 4 ലക്ഷം രൂപയും കാണുന്നില്ല. പിന്നീട് ഈ ഫോണിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യാനും പറ്റുന്നില്ല. പിന്നീട് ഒരു തവണ കൂടി വിളിച്ചപ്പോൾ ഒരു പുരുഷനാണ് ഈ ഫോൺ എടുത്തത്. പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഫോൺ എടുക്കുന്നത് ഒരു പുരുഷനാണ്. അപ്പോൾ ഒന്നും അറിയുന്നില്ലല്ലോ ഇത് മോഷണം നടന്നു. അങ്ങനെ പോലീസ് വരുന്നു, പരിശോധിക്കുന്നു. അപ്പം നമ്മുടെ നാട്ടിൽ ദിവസവും ഇങ്ങനെ മോഷണങ്ങളുണ്ടല്ലോ, വലിയ മോഷണങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്. സ്വാഭാവികമായിട്ട് വീട്ടിലുള്ള ആൾക്കാരെ ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ ദൂരത്തൊക്കെ ആണെങ്കിൽ പോലീസ് വിളിക്കുന്നൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമമാണ്. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ കേൾക്കുന്ന വാർത്ത, ഇത് വെള്ളിയാഴ്ചയാണ് നടക്കുന്നത്. ഈ ഞായറാഴ്ച ദിവസം നമ്മൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഈ ദർശിതയെ കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നു. കർണാടകത്തിലെ സാലിഗ്രാമിലെ ലോഡ്ജിൽ ദർശിതയെ സ്ഫോടക വസ്തു വായിൽ വെച്ചിട്ട് കൊല്ലപ്പെട്ട നിലയിൽ, മുഖം വികൃതമാക്കപ്പെട്ട നിലയിൽ കാണുകയാണ്. സ്ഫോടക വസ്തു വായിലേക്ക് ഘടിപ്പിച്ച് അത് മൊബൈൽ ചാർജർ പൊട്ടിത്തെറിച്ച് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഈ പാറക്കോറികളിലൊക്കെ കോറികളിൽ ഉപയോഗിക്കുന്നതാണ് ഡിറ്റനേറ്റർ. വെച്ചിട്ടാണ് ഇയാളെ ഈ സിദ്ധരാജു എന്ന് പറയുന്നത് പെരിയപട്ടണം സ്വദേശിയാണ്, കർണാടക സ്വദേശിയാണ്. ഇലക്ട്രിക്കൽ കടയൊക്കെ നടത്തുന്ന ആളാണ്. അപ്പോൾ ഇയാൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയുണ്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ. അങ്ങനെ പോലീസ് വരുന്നു. പോലീസ് വന്ന് അന്വേഷിക്കുമ്പോൾ പറഞ്ഞു ഇവർ ക്ഷേത്രത്തിലൊക്കെ പോയി, അതിനുശേഷം വന്ന് റൂമെടുത്ത് പുറത്തേക്ക് ഭക്ഷണം വാങ്ങിക്കാൻ പോയി. തിരികെ വന്നപ്പോൾ ഇങ്ങനെ ഒരു സ്ഫോടനമുണ്ടായി. മൊബൈലിൻ്റെ ചാർജർ പൊട്ടിത്തെറിച്ചോ അല്ലെങ്കിൽ മൊബൈൽ പൊട്ടിത്തെറിച്ചോ ആകാം ഈ സ്ഫോടനമുണ്ടായിരിക്കുന്നതെന്ന് പറയുന്നു. പോലീസ് അത് വിശ്വാസത്തിലെടുക്കുന്നില്ല. പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ 30 പവനും 4 ലക്ഷവും ദർശിത ആ വീട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ ദർശിതയാണ് ഇത് കടത്തിക്കൊണ്ട് വന്നത്. ദർശിതയാണ് മോഷ്ടാവ് ദർശിതയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള അടുപ്പം വെച്ചിട്ട് ഇടയ്ക്ക് പൈസ കടം ചോദിക്കും, കടം കൊടുക്കും, അങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക ഇടപാടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദർശിത തന്നെയാണ് ഈ സിദ്ധരാജുവിനോട് പറയുന്നത് ഇങ്ങനൊരു സംഭവമുണ്ട്, ഇവിടുന്ന് കാശും ഈ സ്വർണവുമായിട്ട് വരാം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കർണാടകയിലേക്ക് വരാൻ ഇയാൾ പറയുന്നു. ദർശിത പോകുമ്പോൾ 2.5 വയസ്സുള്ള മകളെയും കൂടെ കൊണ്ടാണ് പോകുന്നത്. മകളെ കൊണ്ട് ദർശിതയുടെ വീട്ടിലാക്കിയിട്ടാണ് സിദ്ധരാജുവിനൊപ്പം സാലിഗ്രാമിലെ ലോഡ്ജിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് ഇവരവിടെ റൂം എടുക്കുന്നത്. റൂം എടുത്തതിന് ശേഷം
ഇവർ തമ്മിൽ തർക്കമുണ്ടാവുന്നു. ഉം. ഈ സിദ്ധരാജ് പറയുന്നത് ഈ കൊണ്ടുപോയ 4 ലക്ഷത്തിൽ 2 ലക്ഷം മാത്രമേ അയാൾക്ക് കിട്ടിയിട്ടുള്ളൂ, ബാക്കി എവിടെയാണെന്നുള്ളത് അയാൾക്ക് അറിയില്ല. അതായത് ഈ 30 പവനോളം സ്വർണ്ണം എവിടെയാണെന്ന് അറിയില്ല. ഇയാൾ പോലീസിന് കൊടുത്ത മൊഴി, പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഈ ക്യാഷിനെ കുറിച്ചുള്ള തർക്കം. രണ്ടാമത്തെ, ദർശിത ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഇയാൾ എതിർത്തു. അങ്ങനെ വാക്ക് തർക്കം ഉണ്ടാകുന്നു. ആ വാക്ക് തർക്കം. പിന്നെ മറ്റൊരു കാരണം, ഈ ദർശിത കൊടുത്ത തുക തിരികെ ചോദിച്ചു. അങ്ങനെയാണ് സ്നേഹബന്ധത്തിലിരിക്കുമ്പോൾ വാരിക്കോരി കൊടുക്കും. പിന്നെ ഏതെങ്കിലും ഒരു കടമായിട്ട് കൊടുത്ത പണം തിരിച്ചു ചോദിക്കുന്നു. പിന്നീട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തിരിച്ചു ചോദിക്കുമ്പോൾ ആ ബന്ധം ഉലയാൻ തുടങ്ങും. തിരിച്ചു ചോദിക്കും. അങ്ങനെ പലരെയും മരണപ്പെട്ടിട്ടുണ്ട്, പലരെയും കൊലപ്പെടുത്തിയിട്ടുണ്ട്. സ്വർണവും പണവും ഒക്കെ ധാരാളം കൊടുക്കും. പ്രണയിച്ചിരിക്കുന്ന സമയത്ത് ഇതെല്ലാം കൊടുക്കും. അപ്പോൾ ഭർത്താവ് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇത് തിരികെ വേണ്ടേ? ഒരു താലിമാല ഉൾപ്പെടെയൊക്കെയായിരിക്കും പണയം വെക്കാൻ ഒരു ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ വാങ്ങിക്കുന്നത്. ചിലപ്പോൾ ഡേറ്റും പറയത്തില്ല. കാരണം ഇയാൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ. കാരണം ആൺ സുഹൃത്തല്ലേ, അയാളുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം, പെൺ സുഹൃത്തിൻ്റെ സന്തോഷം. അപ്പോൾ അതിന് ഈ പാവം പിടിച്ച ഭർത്താവ് അധ്വാനിച്ചുണ്ടാക്കിയ കാശും സ്വർണ്ണവും എല്ലാം എടുത്ത് കൊടുക്കും. അങ്ങനെ പല കൊലപാതകങ്ങളും നടന്നിട്ടുണ്ട്. അതുപോലെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഈ ദർശിത ഈ വീട്ടിൽ നിന്ന് സ്വർണവും പണവുമായിട്ട് പോകുന്നു, കാമുകനൊപ്പം പോകുന്നു, ലോഡ്ജിലേക്ക് ചെല്ലുന്നു. അവിടെ വാക്ക് തർക്കം ഉണ്ടാകുന്നു. ഇയാൾ അതിക്രൂരമായി ഈ യുവതിയെ കൊല്ലുന്നു. അപ്പോൾ പോലീസ് അത് കൃത്യമായി കണ്ടെത്തി എന്നുള്ളതാണ്. പലപ്പോഴും പലയിടങ്ങളിലും സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഈ വായിൽ ഇലക്ട്രിക് ഡിറ്റനേറ്റർ വെച്ചിട്ടാണ്, അതിക്രൂരമായ കൊലപാതകമാണ്. അപ്പോൾ അത് അയാൾക്കറിയാം ഇത് ഇങ്ങനെ ചെയ്താൽ ഇത് മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചാണെന്ന് പറയുമ്പോൾ പോലീസ് വിശ്വസിച്ചുകൊള്ളും എന്നൊരു ധാരണ ഇയാൾക്കുണ്ടായിരുന്നു. അതായിരുന്നു സിദ്ധരാജുവിൻ്റെ പ്ലാൻ. പക്ഷേ കേരള പോലീസിന് മുന്നിൽ പൊളിഞ്ഞുപോയി. അതുപോലെ ഭർത്തൃമാതാവും പറയുന്നത് ഇവർ വന്ന് അന്ന് നോക്കിയ ദിവസം പുറത്ത് നിന്നാരും ഇത് അതിക്രമിച്ച് കിടന്നു. അപ്പോൾ പോലീസ് അന്ന് അന്വേഷണം തുടങ്ങുന്ന സമയത്ത് മോഷണം നടന്നു. പക്ഷേ പുറത്തു നിന്നാരും അതിക്രമിച്ച് കടന്നിട്ടില്ല. ഇത് ഉള്ളിൽ തന്നെയുള്ള ആരോ ചെയ്തതാണ് എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടാകുന്നു, പോലീസിനും ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഇവർ കർണാടകയിലേക്ക് ചെല്ലുന്നത്. കർണാടകയിൽ ചെല്ലുമ്പോഴാണ് ഇങ്ങനെ ഒരു കാമുകൻ ഇവർക്കുണ്ടെന്നുള്ളതും ഈ യുവതി അവിടെ കൊല്ലപ്പെട്ടു എന്നുള്ളതും പോലീസ് മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് തന്നെ കർണാടക പോലീസ് അത് കണ്ടെത്തി. അപ്പോൾ പലപ്പോഴും പലർക്കും സംഭവിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഈ മരണത്തിൽ നമ്മൾ കഷ്ടമായിപ്പോയി എന്ന ആളുകൾ പറയുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. വലിയ സങ്കടം ആയിപ്പോയില്ലോ. ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ പ്രമുഖ മാധ്യമത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ബൈറ്റിൽ അമ്മ പറയുന്നുണ്ട്, അതായത് ദർശിതയുടെ അമ്മായിയമ്മ പറയുന്നുണ്ട്, ഇതുവരെ ഒരു 10 രൂപ പോലും എൻ്റെ വീട്ടിൽ നിന്ന് അവൾ എടുത്തിട്ടില്ല. അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു കുട്ടിയല്ല. ഈ മരിച്ചപ്പോൾ പോലും അവരെ തള്ളി പറയാനായിട്ട് അമ്മ തയ്യാറാകുന്നില്ല. കാരണം അതിന് മുൻപേ അങ്ങനെ ഹിസ്റ്ററിയോ അങ്ങനെയുള്ളൊരു കുട്ടിയാണെന്ന് അവർക്കൊരു തോന്നലില്ല. ഈ സിദ്ധരാജുവിന്റെ പ്രേരണയിലാണ് ഈ പണവും സ്വർണവും കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. സിദ്ധരാജു നിർബന്ധിച്ചു, അങ്ങനെയാണ്. അല്ലാതെ ഇപ്പോൾ അവർക്ക് അത്രയും ക്യാഷും അതുമായിട്ട് എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ. ആ വീട്ടിലിരിക്കുന്ന സ്വർണവും പണവും കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇത് കൊടുക്കാൻ സിദ്ധരാജുവിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അപ്പോൾ അവിടെ കൊടുക്കുന്ന സമയത്ത് ഈ കാമുകന്മാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഭർത്താവ് ഭാര്യയോട് എപ്പോഴും അങ്ങനെ ദേഷ്യപ്പെടുകയൊന്നുമില്ല. ഇടയ്ക്കെങ്ങാനും ദേഷ്യപ്പെടും, ചിലപ്പോൾ 2 തല്ല് കൊടുക്കും. നല്ല ഭാര്യയായെങ്കിൽ തിരിച്ചും കൊടുക്കും, ഒക്കെ അവിടെ തീർന്നു. പക്ഷേ കാമുകൻ എപ്പോഴും അങ്ങനല്ല. കാമുകൻ വലിയ ദേഷ്യക്കാരനായിരിക്കും, ഇടയ്ക്ക് ഭയങ്കര ദേഷ്യക്കാരനായിരിക്കും. പ്രണയിച്ചിരിക്കുന്ന സമയത്ത് പ്രണയിച്ചിട്ടുള്ള ആൾക്ക് അറിയാമല്ലോ. വല്ലവരുടെയും ഭാര്യയാണെങ്കിൽ പിന്നെ ഒന്നും പറയുകയും വേണ്ട. കല്യാണം കഴിക്കുന്നതിന് മുമ്പാണെങ്കിൽ കുഴപ്പമില്ല, ദേഷ്യപ്പെട്ടാലും നമുക്ക് ഈ യുവതി നമ്മൾ കല്യാണം കഴിക്കാൻ പോവാണ്. വേറൊരാളുടെ ഭാര്യയാണ് നമ്മൾ പ്രണയിക്കുന്നതെങ്കിൽ ഭർത്താവില്ലാത്ത അവകാശ അധികാരങ്ങളൊക്കെ സ്ഥാപിച്ചെടുത്ത് ആ സ്ത്രീ ചെയ്യുന്നതെല്ലാം കുറ്റം അവരെ. അപ്പം ഈ ചില സ്ത്രീകൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ ചീത്ത വിളിക്കത്തില്ല ഭർത്താവ്, പക്ഷെ ഇദ്ദേഹം 2 തെറിയൊക്കെ വിളിക്കും. ആധുനിക കാലത്തെ കെയറിങ്ങിന്റെ ഒക്കെ മറ്റൊരു രൂപം. അതായത് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അങ്ങനെ ദേഷ്യപ്പെടുമ്പോഴുള്ള കുഴപ്പം, ഈ പല കൊലപാതകങ്ങളും നടക്കുന്നത് പെട്ടെന്നുള്ള ഈ വികാര വിക്ഷോഭത്തിന്റെ പുറത്ത്. ചിലപ്പം അയാൾ വരുന്ന സമയത്ത് അവർ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നതാകാം ഈ കാമുകൻ. അങ്ങനെയൊക്കെയുള്ള തർക്കങ്ങളുണ്ടാകും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് അങ്ങ് ഒരു വലിയ ദേഷ്യത്തിലേക്ക് മാറുകയും വികാര വിക്ഷോഭത്തിലേക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് പോവുകയും കയ്യിലിരിക്കുന്ന എന്തെങ്കിലും ആയുധം കൊണ്ട് എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ മർദ്ദിക്കുന്നു. അവർ അവിടെ ബോധം കെട്ട് വീഴുന്നു. അപ്പോൾ ഇയാളുടെ ധാരണ മരിച്ചുപോയി എന്നാണ്. അങ്ങനെ
അങ്ങനെയൊക്കെ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നു. ചിലത് വളരെ പ്ലാൻഡ് ആണ്, വിളിച്ചു വരുത്തിയിട്ട് കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്യുന്നതാണ്. ഇതും കൊല്ലണം എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ ഡിറ്റനേറ്റർ വായിലേക്ക് തിരികെ കയറ്റണമെങ്കിൽ അവരില്ല, പെട്ടെന്നുള്ള ദേഷ്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവരെ കൊല്ലണം, ഈ ക്യാഷും ഈ പണവുമായി ഇയാൾക്ക് പോകണം, ഇവളെ ഇല്ല. അതൊരു സ്വാഭാവിക മരണമായിട്ടോ അല്ലെങ്കിൽ അപകടം സംഭവിച്ചുണ്ടായ ഒരു മരണം എന്ന് വരുത്തി തീർക്കുകയും വേണം. പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിന്റെ പുറത്തൊന്നും ചെയ്തതല്ല. അത് സമാനമായിട്ടുള്ള കേസുകളിൽ കാമുകനും കാമുകയ്ക്കും ഏത് രീതിയിലെങ്കിലും അധ്വാനിച്ച് ജീവിക്കാനുള്ള ഇതില്ല. ഒരു ജീവിതം എങ്ങനെയും തകർത്തിട്ടാണെങ്കിലും പണവും സ്വർണവും ഒക്കെ ആയിട്ട് കടന്ന് നല്ല രീതിയിൽ നമുക്ക് വെൽ സെറ്റിൽഡ് ആയിട്ട് ജീവിക്കണം. അതിനായിട്ട് ഒരു ഭർത്താവിന്റെയോ വേറൊരാളുടെയോ ഒക്കെ ജീവിതം തകർക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഈ കാലത്തില്ല. അല്ല, ഇയാള് ഈ ഇതൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞാണ്, നമുക്ക് സുഖമായി പോയി ജീവിക്കാന്ന് പറഞ്ഞാണ്. അപ്പൊ അത് ക്യാഷും സ്വർണവും ഒക്കെ കൈ കിട്ടി ഒക്കെ കഴിയുമ്പോഴാണ് ഇവളെ ഇല്ലാതാക്കണം. മൊത്തത്തിൽ എനിക്ക് മാത്രം എടുക്കണം. വേറെ ഏതെങ്കിലും ബന്ധം ഒരുപക്ഷെ ഇയാൾക്കുണ്ടായിരുന്നിരിക്കാം. ഒന്നിൽ കൂടുതൽ ബന്ധം കാമുകന്മാരുള്ള ആളുകളുണ്ടല്ലോ, അവരത് കൃത്യമായി അത് മെയിൻറ്റെയിൻ ചെയ്തു പോകും. ഇപ്പം നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ഈ കേസിൽ പെട്ട ആളുകൾ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഒരേ സമയത്ത് ഒരുപാട് ആളുകൾ. അപ്പോൾ ആ ചാറ്റുകളൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകളെ ഹൂക്കേഴ്സ് എന്ന് പറഞ്ഞ് അവരെല്ലാം ഈ ചാറ്റുകൾ പുറത്ത് വിടുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ വളരെ ശ്രദ്ധയോടെ, ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ വീട്ടിൽ ഇരിക്കുന്ന സ്വർണവും പണവുമായി ഇറങ്ങി പുറപ്പെടരുത്. അങ്ങനെ പുറപ്പെട്ടു കഴിഞ്ഞാൽ വലിയ അപകടത്തിൽ. ആൺ സുഹൃത്തിനൊപ്പം കാമുകനൊപ്പം സന്തോഷമായി സുഖമായി ജീവിക്കാൻ പോയ ഒരു യുവതിയുടെ ജീവിതം കൂടി ഇല്ല, ദാരുണാന്ത്യമായി പോയി. ആ ഭർത്താവിനും അയാൾ അത്രയും സമ്പാദിച്ച ആ പണവും സ്വർണവുമായിട്ടാണ് പോയിരിക്കുന്നത്. അയാൾക്കുണ്ടാകുന്ന മനോവിഷമവും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് ലോകത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും. ഒരുപാട് കഥകൾ നമുക്കിതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്. പിന്നെ ഒരു ദർശിതയുടെ സംഭവം, അപ്പോൾ വളരെ നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഒരു വലിയ മോഷണം നടക്കുന്നു, മോഷണം നടന്ന വീട്ടിലെ യുവതിയെ കാണാനില്ല എന്നുള്ള വാർത്ത വരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ മോഷണം നടന്നു, 3-4 പേരൊക്കെ ഉണ്ടെന്നുള്ള വാർത്ത വരുന്നു, ഈ യുവതിയെ കാണുന്നില്ല. അപ്പം മോഷണം നടന്ന വീട്ടിലെ യുവതിയെ കാണുന്നില്ല, ഇനി കള്ളന്മാർ അവരെയും കൂടെ പിടിച്ചുകൊണ്ട് പോയോ എന്നൊക്കെയുള്ള ചിന്തകൾ വരുന്നു. പിന്നെ വരുന്ന വാർത്ത ഇവർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർ തന്നെയാണ് ഈ സ്വർണവും പണവുമായി കാമുകൻ്റെ അടുത്തേക്ക് പോയത്. അപ്പോൾ ലോകം ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. ആളുകളുടെ മനസ്ഥിതി എന്ന് പറയുന്നത് പലതരത്തിലാണ് ആളുകൾ ചിന്തിക്കുന്നത്. എത്രത്തോളം ശരിയാണെന്നറിയില്ല. ചില മാധ്യമങ്ങൾ, ചില ഓൺലൈൻ മാധ്യമങ്ങൾ കൊടുത്തിരിക്കുന്ന കാര്യം ഒന്നിലേറെ ആൺ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ളതൊക്കെയാണ്. ഇനി ആ രീതിയിലൊക്കെയാണോ ഈ സ്വർണം പോയതെന്ന് നമുക്കറിയില്ല. ഇനി ഈ സ്വർണ്ണാഭരണങ്ങൾ ഇനി കണ്ടെത്തേണ്ടതുണ്ടെന്ന്. പക്ഷെ പോലീസ് പറയുന്നത് ബാക്കി സ്വർണ്ണം പണമൊക്കെ അവരുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഒന്നിലേറെ ഉണ്ടെങ്കിൽ ഒരു ഇയാളുടെ അടുത്തേക്ക് അവർ വരേണ്ട ആവശ്യമില്ല. അത് പിന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് ഈ തൊണ്ടി മുതലൊക്കെ പൂർണ്ണമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തുമെന്ന് തോന്നുന്നു. കണ്ടെത്തും. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക, ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ് അങ്ങനെ നിസ്സാരമാക്കാതിരിക്കുക. നിസ്സാരമാക്കി ഭർത്താവിനെ ഉപേക്ഷിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നിയാൽ നിയമപരമായി ബന്ധം ഏർപ്പെടുത്തി പോവുക, അതല്ലാതെ മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. പിന്നെ ബന്ധങ്ങളൊക്കെ ഉണ്ടാകും സ്വാഭാവികം. അപ്പോൾ നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന ഒരാളെ എന്ത് ചെയ്യുക, നമ്മൾ നിയമപരമായി നമുക്ക് ബന്ധം ഏർപ്പെടുത്താനുള്ള എല്ലാ മാർഗങ്ങളും ഉള്ള നാട്ടിലാണ്. സ്വയം നമ്മൾ ദുരന്തത്തിലേക്ക് ചെന്ന് കയറരുതെന്നേ നമുക്ക് പറയാനുള്ളൂ. ശരി.